ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഥമ പാഠശാല പിതാവും മാതാവും തന്നെ. ചെറുപ്പത്തിൽ എല്ലാ അറേബ്യൻ ശിശുക്കളെയും പോലെ നാടിൻ്റെ അന്ധകാരത്തിനൊത്ത് നീങ്ങി അദ്ദേഹവും. പക്ഷേ ഇബ്നു ഉമറിന് പെട്ടെന്നൊരു നാൾ ഒരു സൗഭാഗ്യമുണ്ടായി. ധർമ്മച്യുതിയെ ആഘോഷമാക്കി നടന്നിരുന്ന പിതാവ് ഉമറിന് അപ്രതീക്ഷിതമായൊരു മാറ്റം. ദൈവവചനമായ ഖുർആനിൻ്റെ മധുരമായിരുന്നു പരിവർത്തന നിമിത്തം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. തിരുനബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അത്. രണ്ടാലൊരു ഉമറിനെക്കൊണ്ട് ഈ മതത്തെ നീ ശക്തിപ്പെടുത്തണേ നാഥാ. മറ്റേത് അംർ എന്ന അബൂജഹലായിരുന്നു. അയാൾ നന്നായില്ല. ഭാഗ്യം കനിഞ്ഞത് ഖത്താബിൻ്റെ പുത്രൻ ഉമറിനെയാണ്. പിതാവ് ഇസ്ലാം പുൽകിയതോടെ കുട്ടിയായിരുന്ന ഇബ്നു ഉമറും സ്വാഭാവികമായും മുസ്ലിമായി. വലിയ ഭാഗ്യമായിരുന്നു ഇത്. പിതാവിനൊപ്പം ഇസ്ലാമിൻ്റെ ശീലും ശൈലിയും പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു തൻ്റെ പാഠശാല. പിതാവിൻ്റെ മനംമാറ്റം കൊച്ചുകുട്ടിയായ ഇബ്നു ഉമറിനെ വല്ലാതെ ആകർഷിച്ചു. പിതാവിൻ്റെ മതം മാറ്റം ഒരു സ്വയം പ്രഖ്യാപനമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൃത്യമായി അത് ഓർക്കുന്നുണ്ട്. പിതാവ് പ്രത്യക്ഷനായി. ഞാനും പിന്നാലെയുണ്ട്. ചെറിയ കുട്ടിയാണെന്ന് പുതിയ വാർത്തയുണ്ട്. ആരാണത് പുറത്തെത്തിക്കുക? പിതാവ് ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ജമീലിബിൻ മഅറുൽ ജുഹമി എത്തിക്കും. പിതാവ് ജമീലിൻ്റെ അരികിലെത്തി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഓ ജമീൽ, ഞാൻ മുസ്ലിമായ വാർത്ത നീ അറിഞ്ഞില്ലേ? വാർത്ത കേട്ട പാതി തൻ്റെ തട്ടം വലിച്ചിഴച്ച് ജമീൽ ജനമധ്യത്തിലേക്ക് കുതിച്ചു. ഉപ്പ പിന്നാലെയുണ്ട്. ഞാൻ തൊട്ടു പിറകിലുമുണ്ട്. വിശുദ്ധ ഗേഹത്തിൻ്റെ കവാടത്തിങ്കൽ ചെന്ന് ജമീൽ ഒച്ചവെച്ചുകൊണ്ട് പറഞ്ഞു, ഖുറൈശി സമൂഹമേ, ഉമർ മതം മാറിയിരിക്കുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു, ഞാൻ മതം മാറിയിട്ടില്ല, മറിച്ച് മുസ്ലിമാവുകയാണ് ചെയ്തത്. ഇത് കേട്ടതും ജനങ്ങൾ ഇരമ്പി വന്ന് ഉപ്പയെ പൊതിരെ പ്രഹരിക്കാൻ തുടങ്ങി. ഉപ്പ വിട്ടുകൊടുത്തില്ല. സർവ്വശക്തിയും സംഭരിച്ച് ഒറ്റയ്ക്ക് അവരെ നേരിട്ടു. ഉച്ചവരെ ഈ കലഹം തുടർന്നു.